തക്കാളി ഫ്രൈയിങ് പാനിലിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ആക്കി നോക്കിയിട്ടുണ്ടോ? നല്ല പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. കഴിച്ചാലും മതി വരാത്തൊരു ഐറ്റമാണ്. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ അത്യാവശ്യം വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതാണ് ഇതുപോലെ റൗണ്ടിൽ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം. തീരെ കനം കുറയ്ക്കണമെന്നില്ല, മാക്സിമം പറ്റുന്ന രീതിയിലൊന്ന് കനം കുറയ്ക്കുക. കുറച്ചിട്ട് ഇതുപോലെ നിരത്തി ഒന്നങ്ങ് വെച്ചു കൊടുക്കാവേ. ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ടേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കാം. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു 2 സെറ്റായിട്ടാണ് ഫ്രൈ ആക്കുന്നത്. ഇതിപ്പോൾ ഒരു തക്കാളി ഉണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട് ആ സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ടൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 സെറ്റായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനേ പറ്റുള്ളൂ. 2 തക്കാളി ഇല്ലേ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ കുറവായിട്ട് എന്ന് തോന്നിയിട്ടേ. ഇനി അതുപോലെ കുറച്ച് ഉപ്പും ഇട്ട് ഇനി കുരുമുളക് കൂടെ ചേർത്തിട്ടേ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആദ്യം നമ്മൾ ഫ്രൈ ആക്കി എടുത്തില്ലേ അതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതും അങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ എണ്ണ അധികം ഉണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നിയിട്ടാണ് ആഡ് ചെയ്തത്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയെ നന്നായിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ഈ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി മൂപ്പിച്ചെടുക്കാവേ. വളരെ പെട്ടെന്ന് റെഡിയാവും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയും വലുതായിട്ട്, അതായത് റൗണ്ട് ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതും അത്യാവശ്യം ഒന്ന് കനം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത്. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് കനം കൂടിയിട്ടുണ്ട്. ഇനി ഞാനൊരു കുറച്ച് ക്യാപ്സിക്കം എടുത്ത് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും ഒരുപാട് അങ്ങ് വഴേണ്ട, കളറൊന്നും മാറ്റിയെടുക്കണ്ട. അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ലല്ലോ, അപ്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാവും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ സവാളയൊക്കെ ഇതുവരെയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവുകയെ. ഈ ഭാഗം വരെ വേവിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞങ്ങൾ തക്കാളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ
ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്താലേ നമ്മുടെ പണി കഴിഞ്ഞിടോ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടൊമാറ്റോ ചട്നിയൊക്കെ ഇല്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു രുചിയാണ്. ഇത് ഞാൻ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പെട്ടെന്നൊക്കെ ടൈമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാവേ. അപ്പോൾ കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ എന്ത് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പം ഞാനിത് നീർദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ് നീർദോശയും ഈ തക്കാളി ചട്നിയും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. ഇഷ്ടമായാലും ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.